ബണ്ണ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് രുചിച്ചറിയേണ്ട ഒരു ഐറ്റം തന്നെയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 ബണ്ണാണ് കേട്ടോ ഇപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബണ്ണിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബണ്ണിനെ 2 പീസാക്കി എടുത്തിട്ടുള്ള ഇതുപോലെ ഒരു സൈഡ് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള 3 ബണ്ണും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മളിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് എടുത്ത് വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഒന്നങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് ഇതുപോലെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇങ്ങനെ വെതറി കൊടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് പഞ്ചസാരയോ ഏതായാലും മതി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായതുകൊണ്ട് അത് ഇതുപോലെ ഒരു 1-1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തുമായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബണ്ണിനെ ഇതുപോലെ തന്നെ അങ്ങ് അടച്ചു വെക്കാം. അപ്പോൾ എല്ലാ പീസും ബണ്ണും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തുമായിട്ട്. പഞ്ചസാര ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷെ പാകത്തൊരു മധുരമായിരിക്കും ഈ ഒരു പഞ്ചസാരയുടെ അളവ്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബണ്ണുണ്ടല്ലോ അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ബണ്ണും വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലും 1/2 ടീസ്പൂണ് ബട്ടർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഈ ഒരു ബട്ടറിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടെ വെച്ച് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു സൈഡ് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ ഒന്നങ്ങ് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഇതുപോലെ ഫ്ലാറ്റായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഫ്ലാറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പൊട്ടാറ്റോ സ്മാഷറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പെട്ടെന്ന് തന്നെ ഫ്ലാറ്റായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ 2 സൈഡും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഒരു ചട്ടകം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ 2 സൈഡും ഒന്ന് മരിഞ്ഞ് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാല് വറ്റുന്നത് വരെ അതുപോലെ ചെയ്യാം കേട്ടോ. പാല് ഫുള്ളായിട്ട് ഈ ഒരു ബണ്ണൊന്ന് കുടിക്കണം. അപ്പോൾ ബണ്ണിന് ഫുള്ളായിട്ട് പാലൊക്കെ അബ്സോർബായി പാലൊക്കെ വറ്റി വന്നതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മധുരൈ ബട്ടർ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുമ്പോഴും നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ബട്ടറും അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്